ഈ ഓർഗനൈസ്ഡ് ക്രൈം പോലെയുള്ള കടുപ്പമുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിന്തിക്കണം. ഓർഗനൈസ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഗ്രാവിറ്റിയുള്ള വാക്കുകളാണ്. അതായത് ഓർഗനൈസ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോളിവുഡിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലത്ത് മാഫിയാൽ നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാഫിയയും മറ്റും പ്രവർത്തിക്കുന്നത് പോലെയാണ്. അല്ല, സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനമില്ലേ? ഇത് കേട്ടാത്തൊന്നും രാഹുൽ ഈശ്വറാണ് ആദ്യമായിട്ട് ഹണി റോസിനെ വിമർശിക്കുന്നത്. സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഏറ്റവും സഭ്യമായ രീതിയിൽ ഞാൻ മുമ്പോട്ട് വെച്ചതാണ്. 2, ആത്മഹത്യ അടക്കമുള്ള സീരിയസ് ആയ വാക്കുകൾ വളരെ ആലോചിച്ച് വേണം പറയണം, വളരെ ആലോചിച്ച് പറയണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കാര്യം, അതിനൊരു കാര്യം കൂടെയുണ്ട്. മുഖ്യമന്ത്രിയും മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുന്ന ഹണി റോസ് അബലയല്ല, പ്രിവിലേജ്ഡ് ആണ്, അതിശക്തയാണ് എന്നുകൂടി മറക്കരുത്. അതായത് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ, അവരുടെ പ്രശ്നം വളരെ ജെനുവിനാണ്, അവർ ആ പ്രശ്നത്തിന്റെ പേരിൽ പരാതി കൊടുത്തു. ബോച്ചെ പറഞ്ഞ വാക്ക് തെറ്റാണ്. ഈ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്ന 99% മാധ്യമങ്ങളും അതിശക്തമായി ഹണി റോസിനെ ഡിഫെൻഡ് ചെയ്യുകയും ഹണി റോസിന്റെ പേരെടുത്താൽ പോലും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ബോച്ചയെ പോലെയുള്ള ഒരു കോടീശ്വരനായ മനുഷ്യനെ പോലീസുകാർ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഹണി റോസ് വ്യഥയിലേക്കും ഹണി റോസ് അബലയാണെന്നും, അല്ലെങ്കിൽ ഹണി റോസിന് ഒറ്റപ്പെടലും ആത്മഹത്യയും ഒക്കെ പറയുന്നതിന്റെ ഒരു ന്യായം നിങ്ങൾ കൂടി ആലോചിച്ച് നോക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും പോലീസുകാരും എല്ലാം സംരക്ഷിത കവചവും സപ്പോർട്ട് ഓർക്കുന്ന ഹണി റോസിനെ പോലുള്ള ഒരു പ്രിവിലേജ്ഡ് ആയ വ്യക്തി, രാഹുൽ ഈശ്വർ ഒരു വലിയ വരുന്നവരെ പ്രിവിലേജ്ഡ് ആണ്. നമ്മളെ പോലുള്ള പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അത്തരം നെഗറ്റീവ് അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള നെഗറ്റീവ് വാക്കുകളൊന്നും ഒരു കാരണവശാലും പറയരുത്. ഈ 2, ബോച്ചയെക്കുറിച്ച് ഒരു കാര്യം. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് ബോച്ചെ. അദ്ദേഹം ചെയ്യുന്ന വലിയ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യം മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാണ്. ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തെ ന്യായീകരിക്കരുത്. എന്നാൽ അതേപോലെ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നമ്മുടെ നാടിന് ചെയ്ത, ജനങ്ങൾക്ക് ചെയ്ത വലിയ സേവനങ്ങളെയും മറക്കരുത്. ഇതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ എല്ലാം ഈ കറുപ്പും വെളുപ്പുമായിട്ട് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബോച്ച ഇതേവരെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം വെറും കവറാണ്, മുഖംമൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്. അതിനൊരു ന്യായവുമില്ല. നേരെ മറിച്ച് ബോച്ച ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ, അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അതും തെറ്റാണ്. അപ്പം ബോച്ചെ ചെയ്ത, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് എടുക്കുകയും അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റിനെ, ദ്വയാർത്ഥ പ്രയോഗത്തെ തെറ്റായി എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ലേ? ഇനി 2, ഇന്നലെ അടക്കം എന്നെ 2-3 പേര് വിളിച്ചു പറഞ്ഞു, നമുക്ക് ബോച്ചെ നാളെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കണമെന്ന്. ഞാനപ്പം അവരോട് പറഞ്ഞു, ഒരു മലയാളി ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഒരുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കേണ്ടത്. ബോച്ചയുടെ യാത്രയിൽ 14 ലക്ഷം പേർ ബ്ലഡ് കൊടുക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. അപ്പോഴാണ് മാലയിട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ ദ്വയാർത്ഥ പ്രയോഗത്തിന് ജാമ്യം കിട്ടുമ്പോഴല്ല. ഇതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അതായത് പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ധരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഒരു വശത്തും, ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ് പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന പുരുഷവാദികൾ മറുവശത്ത് നിൽക്കുക. അതായത് എങ്ങനെങ്കിലും പുരുഷൻ 2 ദിവസം ജയിലിൽ കിടന്നു, കുറച്ച് പുരുഷ വിരോധം ഉണ്ടെങ്കിൽ അത് പുരോഗമനമാണെന്നാണ് നമ്മുടെ ചില ഫെമിനിസ്റ്റ് സുഹൃത്തുക്കളുടെ ധാരണ. നേരെ തിരിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ധാരണ, ഈ സ്ത്രീപക്ഷവാദികളെ എങ്ങനെങ്കിലും പ്രകോപിപ്പിക്കണം, അവരെ എങ്ങനെങ്കിലും നെഗറ്റീവ് എടുപ്പിക്കണം എന്നുള്ളതാണ്. എനിക്ക് ബോച്ചയെ വലിയ ഇഷ്ടത്തോടെയാണ് പറയുന്നത്. ബോച്ചയുടെ 1-2 പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഹോസ്റ്റ് ആയിരുന്നു. പക്ഷേ ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നിട്ടൊന്നും അല്ലല്ലോ ബോച്ചയെ മാലയിടേണ്ടത്. അപ്പം ബോച്ചെ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന് തെറ്റായി പോയി, അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് അംഗീകരിക്കുന്നു. അദ്ദേഹം കോടതിയിൽ ഇന്നലെ രാമപിള്ള സാർ വഴി പറയുകയും ചെയ്തു, പൊതുസമൂഹത്തിൽ എങ്ങനെ പറഞ്ഞത് തെറ്റാണ്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇവിടെ മാലയിടാൻ ആഗ്രഹിക്കുന്ന ചിലർ ചുമ്മാ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. അതിലർത്ഥമില്ല. ബോച്ചയെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബോച്ചയുടെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ബോച്ചയുടെ നല്ല കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിയ ഒരാളാണ് ബോച്ചെ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ. ഒരുപാട് പേർക്ക് വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താണ്. ആ നന്മയൊക്കെ മറന്ന് ഈ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതി ശരിയല്ല.